നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയാതെ എന്തടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് ഭക്തജനങ്ങൾ ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് തലകുനിക്കേണ്ടി വരുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. സംഗമം സംഘടിപ്പിച്ചത് നീചവും നിന്ദ്യവുമായ രീതിയിൽ അയ്യപ്പ ഭക്തരെ വേട്ടയാടിയവർ. കുളപ്പുള്ളിയിൽ മഹിളാ മോർച്ച സംസ്ഥാന ശില്പശാല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജരാകാൻ പ്രവർത്തകർക്ക് ആഹ്വാനം. പാലക്കാട് DYSP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് പോലീസ് ഭീകരതയാരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തുമെന്നറിഞ്ഞ് MLA ഓഫീസ് ഉപരോധിച്ച BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഓഫീസ് പോലീസ് കാവലിൽ. ഷൊർണൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. പുതിയ റോഡുകളുടെ ടെൻഡർ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട കീറിയെറിഞ്ഞ് BJP കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. വികസനത്തിനെതിരല്ലെന്ന നിലപാടുമായി കോൺഗ്രസ്. BJPയുടേത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമെന്ന് ഭരണപക്ഷം. തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ MDMAയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ആലുവ സ്വദേശി റിച്ചു. മയക്കുമരുന്ന് പുറത്തെടുത്തത് യുവാവിനെ ആശുപത്രിയിലെത്തിച്ച് ഡോക്ടറുടെ സഹായത്തോടെ. 10 കോടി രൂപ ചെലവിൽ ഒറ്റപ്പാലം സർക്കാർ ബധിര വിദ്യാലയത്തിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് K. പ്രേംകുമാർ MLA. സ്പെഷ്യൽ വിദ്യാലയങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യത. പാലക്കാട് റവന്യൂ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം പത്തിരിപ്പാലയിൽ. അധ്യാപകർക്ക് കേറ്ററ്റ് നിർബന്ധമാക്കിയ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് KSTA. പാലക്കാട് DE ഓഫീസിലേക്ക് അധ്യാപകരുടെ മാർച്ചും ധർണയും. ഒറ്റപ്പാലത്തും KSTA പ്രതിഷേധം. കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം തുടരുന്ന കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖല വരുതിയിലാക്കാനുള്ള ശ്രമത്തിലാണെന്ന് KSTA നേതാവ് MR മഹേഷ് കുമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സ്വതന്ത്ര വികസന മുന്നണിയുമായി മുൻ DCC പ്രസിഡന്റ് AV ഗോപിനാഥ്. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മത്സരം ശക്തമാകുമെന്ന് സൂചന. ഇടതുചേരിയോടടുത്ത മുൻ MLAയുടെ മുന്നണി ഉയർത്തുന്ന വെല്ലുവിളികൾ അതിജീവിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞ കോൺഗ്രസും രംഗത്തെത്തുന്നതോടെ പ്രദേശം ജില്ല ഉറ്റുനോക്കുന്ന മത്സരവേദിയാകും. വാർത്തകൾ വിശദമായി. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തടിസ്ഥാനത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് ഭക്തർ ചോദിച്ചാൽ തല കുനിക്കേണ്ടി വരുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. നീചവും നിന്ദ്യവുമായ രീതിയിലാണ് മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തന്മാരെ വേട്ടയാടിയതെന്നും ഇതിന് മറുപടി പറയണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പിണറായിയുടെ പോലീസ് കഴിഞ്ഞ കാലങ്ങളിൽ ഭക്തരെ വേട്ടയാടിയത് എല്ലാവരും കണ്ടതാണ്. സതുദ്ദേശത്തോടെയല്ല അയ്യപ്പ സംഗമം നടത്തിയതെന്നും അവർ കുളപ്പുള്ളിയിൽ STVയോട് പറഞ്ഞു. ഈ ഗവൺമെൻറ് ശ്രീമാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിലെ ഭക്തരെ വേട്ടയാടിയത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. സതുദ്ദേശപരമായി അയ്യപ്പനോട് മാപ്പ് പറഞ്ഞ് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് ഈ സംഗമം നടത്തിയിരുന്നുവെങ്കിൽ സമൂഹമൊട്ടാകെ കൂടെ നിൽക്കുമായിരുന്നു. എന്നിരുന്നാൽ പോലും ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാത്ത ഒരു ലീഡർ ശ്രീമാൻ പിണറായി വിജയൻ എന്തടിസ്ഥാനത്തിലാണ് ഈ അയ്യപ്പ സംഗമം വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്ന് കേരളത്തിലാകമാനമുള്ള ഭക്തർ ചോദിക്കുമ്പോൾ തല കുനിക്കേണ്ടി വരും. കാരണം അത്ര നീചവും നികൃഷ്ടവും നിന്ദ്യവുമായ രീതിയിലാണ് അയ്യപ്പ ഭക്തരെ ഇന്ത്യയിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയും വേട്ടയാടാത്ത രീതിയിലാണ് ശ്രീമാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആ വേട്ടയാടൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഭക്തർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഈ മുഖ്യമന്ത്രി ഇനിയും മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വനിതാ ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ മഹിളാ മോർച്ച സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ കുളപ്പുള്ളിയിൽ ചേർന്ന മഹിളാ മോർച്ച സംസ്ഥാന ശില്പശാലയിൽ ആഹ്വാനം. കൂടുതൽ വനിതകളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനും ലക്ഷ്യമുണ്ട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു പ്രധാനമായും മഹിളാ മോർച്ച സംസ്ഥാന നേതൃതല ശില്പശാല കുളപ്പുള്ളിയിൽ ചേർന്നത്.
സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട സ്ത്രീകളെ പാർട്ടിയോട് അടുപ്പിക്കാനും ശില്പശാലയിൽ ലക്ഷ്യമിടുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പാർട്ടി വനിതാ ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പാക്കാനും മഹിളാ മോർച്ച സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താനും ശില്പശാലയിൽ ആഹ്വാനം. കുളപ്പുള്ളിയിലെ ഗസീബോ ഓഡിറ്റോറിയത്തിൽ നടന്ന സംസ്ഥാന ശില്പശാല BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മോദിയുടെ ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തെ രൂക്ഷമായും വിമർശിച്ചായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗം. മാറി മാറി ഭരണത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും കേരളത്തിൻ്റെ നിയമസഭ കൂടുന്ന സമയത്ത് നമ്മൾ കാണാം, എവിടെയെങ്കിലും അല്പം ചില സ്ഥലങ്ങളിൽ മാത്രം ചില കസേരകളിൽ മാത്രം ഇന്നും സ്ത്രീകൾ, അത് മാർക്സിസ്റ്റ് ആകട്ടെ കോൺഗ്രസ് പ്രസ്ഥാനമാകട്ടെ, ഭരിക്കാൻ അവർക്ക് അവരുടെ മുഖ്യമന്ത്രിയെ കിട്ടിയ സമയത്ത് പോലും കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ഉന്നതമായിട്ടുള്ള പ്രവൃത്തിയിലാണല്ലോ ഔന്നത്യം, ഉന്നതമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാനുള്ള വേദികളിൽ മന്ത്രിമാരായി സ്ത്രീകളെ കാണുന്നില്ല എന്നുള്ളത് വളരെയധികം വേദനാജനകമാണ്. വിവിധ ജില്ലകളിൽ നിന്നായി 200-ലേറെ പേർ ശില്പശാലയിൽ പങ്കെടുത്തു. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് അധ്യക്ഷയായി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് മിഷൻ 2020-25 അവതരിപ്പിച്ചു. പ്രൊഫസർ VT രമ ടീച്ചർ മാർഗനിർദ്ദേശം നൽകി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, ഡോക്ടർ പ്രമീള ദേവി, സിനി മനോജ്, ശ്രീജ സി നായർ, അഞ്ജന രഞ്ജിത്ത്, വേണു സുരേഷ്, സിന്ധുമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തുമെന്നറിഞ്ഞ് MLA ഓഫീസ് ഉപരോധിച്ച BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിവാദങ്ങളിൽപ്പെട്ട ഒരു മാസത്തിലേറെയായി മണ്ഡലത്തിലെത്താതിരുന്ന രാഹുൽ ശനിയാഴ്ച പാലക്കാട്ടെത്തുമെന്ന ധാരണയിലായിരുന്നു BJPയുടെ MLA ഓഫീസ് ഉപരോധം. പ്ലക്കാർഡും ബാനറുമേന്തി MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു BJP ഉപരോധം. MLA എന്ന നിലയിൽ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തെ അനുവദിക്കില്ലെന്ന് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. നമ്മൾ നമ്മുടെ ആവശ്യങ്ങളൊന്നും പാർട്ടി ചെയ്ത പറ്റി ഒരു ഇഞ്ച് പോലും മുന്നോട്ടില്ല. പാലക്കാടിൻ്റെ MLA എന്ന തരത്തിൽ പാലക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കാറില്ല. ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇന്ന് നമ്മുടെ അറസ്റ്റ് ചെയ്ത മുഴുവൻ പ്രവർത്തകരെയും വിട്ടയച്ചിട്ടുണ്ട്. സമാധാനപരമായ പ്രതിഷേധത്തിന് നേരെയാണ് പോലീസ് ഇത്തരത്തിൽ അറസ്റ്റ് നീക്കിയിട്ടുള്ളത്. പുറത്തുവന്ന ശബ്ദരേഖ തന്റേതല്ലെന്ന് പറയാൻ രാഹുൽ തയ്യാറാവാത്തത് വിവാദങ്ങൾ യാഥാർത്ഥ്യമായതുകൊണ്ടാണെന്ന് കൗൺസിലർ മിനി കൃഷ്ണകുമാർ പറഞ്ഞു. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ MLA ഓഫീസ് ഉപരോധം ഏറെ നേരം നീണ്ടതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. MLA ഓഫീസിന് നേരെയുള്ള പ്രതിഷേധം തുടരാൻ സാധ്യതയുള്ളതിനാൽ ഓഫീസിന് പോലീസ് കാവൽ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയിലെ പുതിയ റോഡുകളുടെ ടെൻഡർ സംബന്ധിച്ച കൗൺസിൽ അജണ്ടയിൽ വിയോജിപ്പുമായി BJP. അജണ്ട കീറിയെറിഞ്ഞ് BJP കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചു. ശനിയാഴ്ച രാവിലെയാണ് ഒട്ടേറെ അജണ്ടകൾ ചർച്ച ചെയ്യാൻ നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നത്. എന്നാൽ നഗരസഭയ്ക്ക് കീഴിലുള്ള പുതിയ റോഡുകളുടെ ടെൻഡറുകൾ അംഗീകരിക്കുന്ന വിഷയത്തിലാണ് BJP ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. നഗരസഭാ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരും ചേർന്നാണ് ടെൻഡർ നടപടികൾ ഏകോപിപ്പിച്ചതെന്നും വാർഡ് കൗൺസിലർ പോലും അറിയിച്ചില്ലെന്നും BJP കൗൺസിലർമാർ പറഞ്ഞു. വിഷയത്തിൽ നഗരസഭാ കൗൺസിലിൽ അജണ്ട കീറിയെറിഞ്ഞ് കൗൺസിൽ യോഗത്തിൽ നിന്ന് BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയി. ഈ അജണ്ടയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ 9 കൗൺസിലർമാർ, ആ 9 കൗൺസിലർമാരെയും ആ വാർഡുകളെയും നഗരസഭാ ചെയർമാനും ഭരണസമിതിയും അവഗണിച്ചിരിക്കുകയാണ്. ഷൊർണൂരിൽ മാത്രം കാണുന്നൊരു പ്രതിഭാസമാണ്
നഗരസഭയിലെ വാർഡുകളിലെ എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത്, ആ വാർഡുകളിലെ വികസനവുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് നഗരസഭയിലെ കൗൺസിലർമാരെ ഒഴിവാക്കി, ആ വാർഡിലെ കൗൺസിലർമാരെ ഒഴിവാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പോയിട്ട് എസ്റ്റിമേറ്റ് എടുക്കുകയാണ്. ഇത് ജനാധിപത്യ ലംഘനമാണ്. ആ ജനങ്ങളുടെ ഒരു ആളായി, ജനപ്രതിനിധിയായി, ആയിരക്കണക്കിന് ആളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് കൗൺസിലർമാർ ജയിച്ചു വരുന്നത്. ആ നാടിന്റെ വികസനത്തിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള കൗൺസിലർമാരെ ഒഴിവാക്കിക്കൊണ്ട് നഗരസഭാ ചെയർമാനും ഭരണസമിതിയും CPM-ന്റെ ഭരണസമിതിയും ചെയ്യുന്നത് ഇത് അടുത്ത പോസ്റ്റ് ഓഫീസ് റോഡുകൾ ഇവിടെ ഉണ്ടാക്കാനാണ്. നമുക്കറിയാം, ഏതാണ്ട് 2 കോടി രൂപ ചെലവഴിച്ച് നഗരസഭയിൽ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് മുതൽ വാടനാംകുറിശി വരെയുള്ള റോഡ് നിർമ്മിച്ചു. മാസങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് ആ റോഡ് പൊളിഞ്ഞു. വലിയ രീതിയിലുള്ള അഴിമതിക്കാണ് അന്ന് ഈ ഭരണസമിതി കൂട്ടുനിന്നത്. വികസനത്തിനെതിരല്ലെന്നായിരുന്നു കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതികരണം. 2 മാസത്തിനുള്ളിൽ ഷൊർണൂരിൽ പുതിയ റോഡ് പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനെ കോൺഗ്രസ് അനുകൂലിക്കുന്നു. അതുകൊണ്ടാണ് യോഗം ബഹിഷ്കരിക്കാതിരുന്നതെന്നും ഷൊർണൂർ നഗരസഭയിൽ CPM-ഉം BJP-യും തമ്മിൽ രഹസ്യബന്ധമുണ്ടെന്നും അടുത്ത തെരഞ്ഞെടുപ്പിലും ഇത് കാണാനാകുമെന്നും കോൺഗ്രസ് കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. അല്ലെങ്കിൽ മുനിസിപ്പൽ ആക്ടിലോ ഒന്നിലുമില്ലാത്ത പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണകക്ഷി പ്രതിപക്ഷങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 2025-26 കാലഘട്ടത്തിലേക്ക് നടക്കാൻ പോകുന്ന പുതിയ വർക്കുകളുടെ ടെൻഡർ കഴിഞ്ഞു. ആ ടെൻഡർ കഴിഞ്ഞതിന്റെ അജണ്ട കൗൺസിലിൽ വന്നപ്പോൾ, കാരണം ഇനി വെറും 2 മാസങ്ങളേ ഉള്ളൂ, ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ ആ 2 മാസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ വരുന്ന ഈ വർക്കുകൾ എത്രയും പെട്ടെന്ന് വർക്ക് പൂർത്തീകരിച്ച് വികസന രംഗത്ത് മുന്നോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാർ കൗൺസിൽ അജണ്ടയുമായി മുന്നോട്ട് പോയതും. അതോടൊപ്പം തന്നെ ഞങ്ങൾ ആ കൗൺസിൽ യോഗത്തിൽ ഈ കൗൺസിൽ ഭരിക്കുന്ന ആളുകളുടെ നെറികേടിനെതിരെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട്. അതോടൊപ്പം തന്നെ ഇവിടെ കഴിഞ്ഞ കുറേ മാസങ്ങളായി, അല്ലെങ്കിൽ ഏകദേശം വർഷങ്ങളായി തന്നെ പറയാം, ഇവിടെ CPM-ഉം BJP-യും ഒരു വലിയ അവിഹിത ബന്ധത്തിലൂടെ കൂട്ടുകെട്ടുണ്ടാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാർ ശക്തമായി എതിർക്കുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായി അവർ ഞങ്ങളെ എതിർക്കുന്ന ഒരു അവസ്ഥ വരെ ഈ കൗൺസിലുണ്ടായ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് പ്രവർത്തികൾ വാർഡ് തലത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൂടി ഉൾപ്പെടണം എന്നുള്ള ഒരു അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. എന്നാൽ നഗരസഭാ ചട്ടങ്ങൾക്കോ സർക്കാരിന്റെ ഉത്തരവുകളൊന്നുമില്ലാതെ തന്നെ ചെയർമാൻ ഒരു അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വികസനത്തിൽ പക്ഷപാതം കാണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും ഇടതുപക്ഷവും സ്വീകരിക്കുന്നത്. രാഷ്ട്രീയം നോക്കിയല്ല വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതെന്നും BJP വാർഡുകളിലും ടെൻഡറുണ്ടെന്നും ഭരണസമിതി വ്യക്തമാക്കി. വിഷയത്തിൽ ഭരണപക്ഷത്തെ ന്യായീകരിക്കാൻ BJP-യുടെ നിർദ്ദേശങ്ങൾ ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഹസനം മാത്രമാണ് BJP നടത്തുന്നതെന്നും BJP ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അഴിമതി നടത്തുന്ന BJP കൗൺസിലർമാരൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞങ്ങളാരും അങ്ങനെ അഴിമതി നടത്തി ശീലമുള്ളവരല്ല, ശീലിക്കാൻ തന്നെ തയ്യാറില്ല. അതെല്ലാം ശീലമുള്ളത് BJP കൗൺസിലർമാർക്കാണ് എന്ന് പൊതുജനത്തിന് മുഴുവൻ അറിയാം. അതങ്ങ് അവിടെ തന്നെ BJP-യുടെ മേലെ തന്നെ വെക്കാൻ നല്ലത്. പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെ പോയിട്ട് എസ്റ്റിമേറ്റ് എടുക്കാന്നുള്ളൊരു പുതിയ കാര്യമൊന്നുമല്ല, എല്ലാ കാലത്തുള്ളത് തന്നെയാണ്. അത് ഈ പുതിയ കൗൺസിലർമാരായതുകൊണ്ട്, BJP-യുടെ പുതിയ കൗൺസിലർമാരായതുകൊണ്ട് അവർക്ക് പരിചയത്തിന്റെ കുറവുണ്ട്. ആ കുറവിന്റെ ഭാഗമായിട്ട് ചിലത് വിളിച്ചു പറയുന്നു എന്നാണ് അതിന് കണക്കാക്കാൻ തന്നെ പറ്റും. മറ്റതെല്ലാ കാലത്തും കഴിഞ്ഞ കൗൺസിലിന്റെ ടൈമിലും അതിന്റെ മുമ്പത്തെ കൗൺസിലിന്റെ ടൈമിലും ഒക്കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ എസ്റ്റിമേറ്റ് എടുക്കാൻ, പ്രധാനപ്പെട്ട പദ്ധതികളുടെ റോഡുകളുടെ എസ്റ്റിമേറ്റ് എടുക്കാൻ പോകും. സ്വാഭാവികമാണ് അതൊക്കെ. അപ്പൊ അതിന് അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. ഇത് കൗൺസിലാണല്ലോ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ഭരണഘടന പദവിയിലിരിക്കുന്ന ചെയർമാൻമാരാണ്. അപ്പൊ അതിനകത്ത് എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും അതിന്റേതായിട്ടുള്ള റോളുണ്ട്. ഭരണസമിതിയുടെ ഒരു ഭാഗമാണ്. അപ്പൊ അവരെവിടെയും പോകാൻ പാടില്ല എന്നൊക്കെ BJP ചാടി പിടിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് വളരെ നിരർത്ഥകമായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് BJP ഇന്ന് കൌൺസിൽ യോഗത്തിൽ പുറത്തും വന്ന് കാണിക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ.
പാലക്കാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിരിഞ്ഞുപോകാൻ തയ്യാറാകാതിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഡിവൈഎസ്പി ഓഫീസ് മാർച്ച്. പോലീസിനെ ഇറക്കി അക്രമത്തിലൂടെ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ഭയപ്പെടുത്താമെന്ന് സർക്കാരും പോലീസും കരുതേണ്ടെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് പറഞ്ഞു. വിപിൻ അധ്യക്ഷത വഹിച്ചു. രതീഷ് പുതുശ്ശേരി, ഷഫീഖ് അത്തിക്കോട്, അജാസ് കുഴൽമന്ദം, നിഖിൽ കണ്ണാടി, മനു സി കല്ലിങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 20 ഗ്രാം MDMA-യുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. ആലുവ സ്വദേശി റിച്ചുവാണ് പിടിയിലായത്. യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടറുടെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത്. തൃശൂർ റേഞ്ച് എക്സൈസ് സംഘമാണ് MDMA പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പ്രതി പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ആദ്യഘട്ടത്തിൽ യുവാവിനെ പരിശോധിച്ചപ്പോൾ MDMA കണ്ടെത്താനായില്ല. പിന്നീട് ഇയാളെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ സ്കാനിങ്ങിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സർജന്റെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത്. ഇയാൾ നേരത്തെയും മയക്കുമരുന്ന് കടത്തിയിട്ടുള്ള ആളാണെന്ന് എക്സൈസ് അറിയിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇടപാടുകാരനെ കാത്തുനിൽക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. യുവാവിൻ്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെ എക്സൈസ് സംഘം പരിശോധിക്കും. ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിച്ചതെന്നും തൃശൂരിൽ മയക്കുമരുന്ന് കൈമാറാൻ ആരെയാണ് കാത്തുനിന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കലുങ്ക് സംവാദം വക്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇത് സ്വാഗതാർഹമല്ല. കരുവന്നൂരിൽ ED സ്വത്ത് കണ്ടുകെട്ടിയ കാര്യം നേരത്തെ പറഞ്ഞതാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കരുവന്നൂരിലെ നിക്ഷേപകരുടെ പണം ബാങ്ക് വഴി മാത്രമേ നൽകാൻ കഴിയൂ. പ്രധാനമന്ത്രി കുന്നംകുളത്ത് വന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞതാണ്. ആനന്ദവല്ലി ചേച്ചി വന്ന എൻ്റെ നെഞ്ഞത്ത് കയറിയിട്ട കാര്യമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സഹകരണ വകുപ്പ് മന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. കലുങ്ക് സംവാദം വക്രീകരിക്കാനുള്ള ത്വര പലർക്കുമുണ്ട്. അതാണിപ്പോൾ നടക്കുന്നതെന്നും അത് സ്വാഗതാർഹമല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മുഷ്ടിയുടെ ശക്തിയല്ല, വിരലിന്റെ ശക്തി ഉപയോഗിക്കും. എല്ലായിടത്തും ഈ തരത്തിൽ തന്നെയാണ് തുടങ്ങുന്നത്. പക്ഷെ കരുതി കുട്ടി ചില ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി ഇതങ്ങ് വക്രീകരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അത് സ്വാഗതാർഹമല്ല. പക്ഷെ അതിന്റെ തെറ്റും അപകടം എന്താണെന്ന് അവർ അതിനെക്കുറിച്ച് അറിഞ്ഞു. നമുക്ക് നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഞാനിപ്പോ സംസാരിക്കുന്ന രീതിയിൽ ഇതിൽ തന്നെ തുടർന്നു പോകാനായ ആ രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞ് അതിനുള്ള പരിഹാരമാകുന്നു. ഇപ്പൊ കരുവന്നൂർ ഞാനിപ്പോഴും വെല്ലുവിളിക്കുന്നു. ED വ്യക്തമായി PMLA കോടതിയിൽ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 7 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, ഞങ്ങൾ 100 ചില്ലാനം കോടി സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇത് പക്ഷേ ബാങ്കിന് മാത്രമേ ഇത് വിൽക്കാനും ഇതിന്റെ പണം കൊണ്ടുവരാനും അത് ബാങ്കിന്റെ രജിസ്റ്ററിലുള്ള ഇവിടെ പൈസ തന്നിരിക്കുന്ന പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനും ബാങ്കിനെ സാധിക്കും, EDക്കോ പ്രധാനമന്ത്രിക്കോ സാധിക്കില്ല. പ്രധാനമന്ത്രി 2024 കുന്നംകുളത്ത് വന്നപ്പോൾ സംസാരിച്ചത് ഇത് തന്നെയാണ്. ED വഴി ഞങ്ങൾ കരുവന്നൂർ പോലെയുള്ള ബാങ്കുകളിൽ നിന്ന് അഴിമതിക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത പണം തിരിച്ച് പാവങ്ങൾക്ക് കിട്ടിയിരിക്കും, അത് ഞങ്ങൾ തന്നിരിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞെങ്കിൽ അവിടെയാണ് ഈ 56, 102 ഇഞ്ചൊക്കെ വെളിവാകും. പക്ഷെ നിയമസംവിധാനം ഈ ബാങ്ക് ആ തുക സ്വീകരിക്കണം, അല്ലെങ്കിൽ കണ്ടുകെട്ടി ED ഏൽപ്പിക്കാൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് PMLA കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി അതിനെ ചോദ്യം ചോദിച്ച് ഇതുവരെ
ആ കോഓപ്പറേറ്റീവ് ബാങ്കോ അല്ലെങ്കിൽ മറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകളോ അതിന് നടപടി എടുത്തിട്ടില്ല. അത് പിന്നെ നിങ്ങളുടെ ജീവിത സമരമാണ്. ആനന്ദവല്ലി ചേച്ചി വന്ന് എന്റെ ബെഞ്ചത്തോട്ട് കയറിയിട്ട കാര്യമില്ല. ഞാൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രി വഴി കോഓപ്പറേറ്റീവ് കാര്യങ്ങൾ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അതാണ് പറഞ്ഞതിന്റെ സംക്ഷിപ്തമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മലമ്പുഴയിലെ ജനവാസ മേഖലയിൽ പുലിയെ അവശനിലയിൽ കണ്ടെത്തി. 2 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുലിയെയാണ് അവശനിലയിൽ നാട്ടുകാർ കണ്ടത്. വനം വകുപ്പെത്തി പുലിയെ കൂട്ടിലാക്കിയ ശേഷം ചികിത്സയ്ക്കായി കൊണ്ടുപോയി. വനം വകുപ്പ് കൂട്ടിലാക്കിയ പുലിയെ ചികിത്സയ്ക്കായി ധോണിയിലെ ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് മാറ്റി. ഇന്ന് രാവിലെയാണ് മലമ്പുഴ ചേമ്പനയിലെ ജനവാസ മേഖലയിൽ പുലിയെ അവശനിലയിൽ കണ്ടെത്തിയത്. ഏകദേശം 2 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുലി പ്രദേശത്തെ ഒരു തോടിനരികിൽ അവശനിലയിൽ കിടക്കുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി പുലിയെ കൂട്ടിലാക്കി. ധോണിയിലെ ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് പിന്നീട് മാറ്റി. ആരോഗ്യനില മോശമാണെന്നും ഡോക്ടറെത്തി പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂവെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. പുലിയുടെ കൈക്കും ഇടുപ്പിനും പരിക്കുണ്ടെന്നാണ് വനംവകുപ്പിൻ്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോൺഗ്രസിൽ നിന്ന് വിട്ട് ഇടതുചേരിയോട് അടുപ്പത്തിലായ മുൻ MLAയും മുൻ DCC പ്രസിഡന്റുമായ AV ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്വതന്ത്ര വികസന മുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നു. LDFുമായി അടുത്ത ഗോപിനാഥിന് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുമ്പത്തേക്കാൾ നില മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. കോൺഗ്രസും മുഖം രക്ഷിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഇവിടെ. 35 വർഷത്തോളമായി കോൺഗ്രസ് ഭരണത്തിലുള്ള പഞ്ചായത്താണ് പെരിങ്ങോട്ടുകുറിശി. കോൺഗ്രസ് വിട്ട ശേഷം ആദ്യമായി നേരിടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിച്ഛായയ്ക്ക് ഒട്ടും മങ്ങലേൽക്കാതെ നിലനിർത്തുക എന്നത് ഗോപിനാഥിനും പുതിയ പാർട്ടിക്കും ബാധ്യതയാണ്. പെരിങ്ങോട്ടുകുറിശി സെന്ററിൽ പഞ്ചായത്ത് കോംപ്ലക്സിൽ IDFിൻ്റെ പുതിയ ഓഫീസ് സജ്ജീകരിക്കുന്ന തിരക്കിലാണ്. കഴിഞ്ഞ ദിവസം പരുത്തിപ്പുള്ളി കരിങ്കുളം സെന്ററിൽ AV ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്ന കോൺഗ്രസ് കൊടിമരം വെള്ളക്കളർ പെയിൻ്റടിച്ച് IDFിൻ്റെ പതാക സ്ഥാപിച്ചിരുന്നു. LDFുമായി അടുത്ത ഗോപിനാഥിന് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുമ്പത്തേക്കാൾ നില മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമായിട്ടുണ്ട്. മുമ്പത്തേതിൽ നിന്നും താഴോട്ട് പോയാൽ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ പ്രഹരമായി തീരും. കോൺഗ്രസുകാരും മുഖം രക്ഷിക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണ് ഇവിടെ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 10 കോടി രൂപ ചെലവിൽ ഒറ്റപ്പാലം ഡഫ് സ്കൂളിൽ ഇൻഡോർ സ്റ്റേഡിയം സ്ഥാപിക്കുമെന്ന് അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLA. സ്പെഷ്യൽ വിദ്യാലയങ്ങളെ ഉയർത്തേണ്ടത് സമൂഹത്തിൻ്റെ കടമയാണെന്നും MLA പറഞ്ഞു. പാലക്കാട് റവന്യൂ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം പത്രിപ്പാലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K. പ്രേംകുമാർ MLA. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും 1-ാം സ്ഥാനം കിട്ടണമെന്നില്ല. എല്ലാവരും പങ്കെടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് പേർക്ക് 1-ാം സ്ഥാനം കിട്ടുന്നത്. അപ്പൊ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കുട്ടികളെല്ലാം പങ്കെടുക്കുമ്പോഴാണ് അതൊരു ഉത്സവമായിട്ട് മാറുക, അല്ലെങ്കിൽ അതൊരു മത്സരമായിട്ടാണ് മാറുക. ഇവിടെ ഉത്സവമാണ്, മത്സരമാണ്. വിജയികളുണ്ട്, സ്വാഭാവികമായും വിജയം ആ നിലയിൽ കൈവരിക്കാൻ കഴിയാത്തവരുമുണ്ട്. ആരും നിരാശപ്പെടേണ്ടതില്ല. നന്നായി നല്ല പെർഫോമൻസ് നടത്തി നമ്മുടെ കുട്ടികൾക്ക് ജില്ലയിലെ ഇത്തരത്തിലുള്ള ഒരു ഭിന്നശേഷി കലാമേളയിൽ അവരുടെ കഴിവ്, മികവ് നന്നായി അവതരിപ്പിക്കാനും അത് നല്ല നിലയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടാനും ഒക്കെ ഈ കലോത്സവം അതിന് അവർക്ക് വേദിയാകട്ടെ, അവസരമാകട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ജില്ല കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനമുണ്ട്. സംസ്ഥാനത്തിൽ നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് സംസ്ഥാന തലത്തിൽ നല്ല മികവ് പുലർത്തി നല്ല പോയിന്റ് വാങ്ങി നമ്മുടെ മക്കൾക്ക് ജില്ലയുടെ അഭിമാനമായി മാറാൻ കൂടി കഴിയട്ടെ എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ലക്കിടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ്, വൈസ് പ്രസിഡന്റ് A. നസറിൻ, AEO അബ്ദുൽ ഖാദർ, മൗണ്ട് സീന സെക്രട്ടറി KP അബ്ദുൾ റഹ്മാൻ, V. ഷാജഹാൻ, സിദ്ദിഖ് പുളിക്കൽ, അഡ്വക്കേറ്റ് ബോബി ബാസ്റ്റ്യൻ, രാജലക്ഷ്മി, M. പ്രമീള, അബ്ദുൾ സലാം, ഷംസുദ്ദീൻ പത്തിരിപ്പാല, പ്രിൻസിപ്പൽ ഡോക്ടർ KS വിനോദ്, ഡോക്ടർ AP മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. DDE സലീന BV സ്വാഗതവും സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാൾ ബെക്സി M. വർഗീസ് നന്ദിയും പറഞ്ഞു. 3 സ്പെഷ്യൽ സ്കൂൾ, 27 ബഡ് സ്കൂളുകളിൽ നിന്നുമായി 350-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 4 സ്റ്റേജുകളിലായി 9 ഇനങ്ങളാണ് വേദിയിൽ നടക്കുക. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഭാരതപ്പുഴയിൽ മൃതദേഹം ഒഴുകിപ്പോകുന്നുണ്ടെന്ന് അജ്ഞാത സന്ദേശത്തെ തുടർന്ന് നാട്ടുകാരും പോലീസുകാരും പരിഭ്രാന്തിയിലായി. ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന വ്യക്തിയാണ് ഫോണിലൂടെ ചെറുതുരുത്തി പോലീസിനെ ഇക്കാര്യം അറിയിച്ചത്. പോലീസും നാട്ടുകാരും മുങ്ങൽ വിദഗ്ധൻ നിഷാദ് വരവൂരും ചേർന്ന് മണിക്കൂറുകളോളം ഭാരതപ്പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല. ശനിയാഴ്ച രാവിലെയും ചെറുതുരുത്തി റെയിൽവേ പാലത്തിന് സമീപം വ്യാപകമായി തെരച്ചിൽ നടത്തി. ഒന്നും കണ്ടെത്താനായില്ല.
ആരോ വ്യാജ വാർത്ത സൃഷ്ടിച്ചതാണെന്നും ഇതുമൂലമാണ് ജനങ്ങൾ പരിഭ്രാന്തരായതെന്നും ചെറുതുരുത്തി CI വിനു പറഞ്ഞു. ഭാരതപ്പുഴയുടെ പാസഞ്ചർ ട്രെയിനിലെ ഏതോ യാത്രികർ പുഴയിലൂടെ ഒരു ബോഡി ഒഴുകിപ്പോകുന്നതായിട്ടൊരു സംശയം വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇന്നുമായിട്ട് 2 ദിവസമായിട്ട് നമ്മൾ വ്യാപകമായിട്ട് 2 സൈഡിലും തെരച്ചിൽ നടത്തി. യാതൊന്നും കണ്ടെത്താനായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പരിഭ്രാന്തിയായിരുന്നു. അതിപ്പം അന്വേഷണത്തിൽ ചിലപ്പോൾ അവർക്ക് യാത്ര ചെയ്തതൊരു സംശയമായിരിക്കാം. വസ്തുത അങ്ങനെ ഇല്ലാന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ കാര്യത്തിൽ ആരും പരിഭ്രാന്തി വേണ്ടതാണ് അന്വേഷണത്തിൻ്റെ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുഴുവൻ അധ്യാപകർക്കും കേട്ടറ്റ് നിർബന്ധമാക്കിയ സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് KSTA. ഇതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA പാലക്കാട് DO ഓഫീസ് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാനത്തിനെതിരെ സാമ്പത്തിക ഉപരോധം തുടരുന്ന കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖല വരുതിയിലാക്കാനുള്ള ശ്രമത്തിലാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MR മഹേഷ് കുമാർ പറഞ്ഞു. കേന്ദ്രത്തിന്റെ മതാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനെതിരായി മതേതര വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതാണ് കേരളം കേന്ദ്രത്തിന്റെ കണ്ണിലെ കരടാകാൻ കാരണമെന്നും MR മഹേഷ് കുമാർ പറഞ്ഞു. വിഭജനം കാട്ടിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് വിഭജനം? അതിലൊന്ന് സാമ്പത്തിക വിഭജനമാണ്. കേരളത്തിലെ രണ്ടാമതും ഇടതുപക്ഷ ഭരണം അധികാരത്തിൽ വന്നത് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിന് നേതൃത്വമുള്ള RSSന്റെ നിയന്ത്രണത്തിലുള്ള മോദി ഗവൺമെന്റ് ചിന്തിക്കുന്നത്. കേരളത്തിന്റെ മികവിന്റെ അടിസ്ഥാനം വിദ്യാഭ്യാസ രംഗത്തെ വലിയ ഉന്നതിയാണ്. 56 EMS ഗവൺമെന്റ് മുതൽ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ അത്യുന്നതമായ പരിഷ്കരണങ്ങളുടെ ഏറ്റവും മികച്ച നിലയിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ 2 ടേമിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം. അധ്യാപകരെ തൊഴിൽ രഹിതരാക്കുന്ന കേട്ടറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക, ആധാർ രേഖയുള്ള മുഴുവൻ കുട്ടികളെയും സ്റ്റാഫ് ഫിക്സേഷൻ്റെ കണക്കിലെടുക്കുക, അധ്യാപക സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSTA DO ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത്. KSTA സബ് ജില്ലാ പ്രസിഡന്റ് KR ബിന്ദു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഗംഗാധരൻ, MR ശിവപ്രസാദ്, സെന്തിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം AEO DO ഓഫീസ് ധർണ നടത്തി. KSTA ജില്ലാ പ്രസിഡന്റ് AM അജിത്ത് ഉദ്ഘാടനം ചെയ്തു. ടെറ്റ് വിഷയത്തിൽ അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക, അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക, ഭിന്നശേഷി നിയമനത്തിന് തസ്തിക മാറ്റിവെച്ചാൽ മറ്റ് നിയമനങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ അംഗീകരിക്കുക, ആധാറുള്ള മുഴുവൻ കുട്ടികളെയും പരിഗണിച്ച് തസ്തിക നിർണയം പുനഃക്രമീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു AEO DO ഓഫീസ് ധർണ. KSTA ഒറ്റപ്പാലം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ജില്ലാ പ്രസിഡന്റ് MA അജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ സമയത്താണ് സുപ്രീം കോടതിയിൽ ചില തമിഴ്നാട്ടിലുള്ള ചില സംഘടനക്കാരും മറ്റുമൊക്കെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ സമീപിക്കുന്നത്. അവിടെ നിന്നാണ് ടെസ്റ്റ് ഉണ്ടാവുന്നത്. സുപ്രീം കോടതി ഈ നിയമം കേന്ദ്രം പാസാക്കിയ നിയമത്തിൽ ഒരു ഇളവും കൊടുക്കാൻ കഴിയില്ലെന്ന് ഈ സെപ്റ്റംബർ 1 വിധിച്ചു. സ്വാഭാവികമായിട്ടും രാജ്യത്തെ മുഴുവൻ അധ്യാപകർക്കും ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. സുപ്രീം കോടതി വിധിച്ചാലും വിധിച്ചില്ലെങ്കിലും കേന്ദ്രം ഒരു നിയമം കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കാൻ, അത് നടപ്പിലാക്കാനുള്ള ബാധ്യത ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാന സർക്കാരുകൾക്കുമുണ്ട്. സ്വാഭാവികമായ നിയമം നടപ്പിലാകും. പക്ഷെ കേരളത്തിൽ ഉത്തരവാദിത്തമുള്ളൊരു സർക്കാർ ഈ നിമിഷം വരെ ഈ ടെറ്റ് പരീക്ഷ പാസ്സാവാത്തതിന്റെ പേരിൽ ഒരാളെ പോലും പിരിച്ചുവിട്ടിട്ടില്ല. ഉപജില്ലാ പ്രസിഡന്റ് S സുജീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EP ഗിരീഷ് സ്വാഗതം പറഞ്ഞു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PM വെങ്കടേശ്വരൻ, M ബിന്ദു, ജില്ലാ കമ്മിറ്റി അംഗം S സുനിത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പറളിയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ പറളി ചെക്ക് പോസ്റ്റിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അപകടം. ലോറി, ഓട്ടോറിക്ഷ, സ്കൂട്ടർ എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരിയെയും ഓട്ടോ ഡ്രൈവറെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നവരെ നാട്ടുകാരും ക്രിട്ടിക്കൽ കെയർ പ്രവർത്തകരും ചേർന്നാണ് പുറത്തെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലസ്തീനിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ ഷൊർണൂർ നസ്രത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾ ഐക്യദാർഢ്യ പ്രതിഷേധ സംഗമം നടത്തി. പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ടൗണിൽ സമാപിച്ചു. 100-ൽ പരം മദ്രസ വിദ്യാർത്ഥികളും അധ്യാപകരും റാലിയിൽ അണിനിരന്നു.
ഷൊർണൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സംഗമത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധ ഗാനാലാപനവും ഇസ്രായേൽ ക്രൂരതയെ അപലപിച്ചുള്ള പ്രഭാഷണവുമുണ്ടായി. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് സംഗമത്തിൽ മഹല്ലി ഇമാം ഉമറുൽ ഫാറൂഖ് ബാക്കവി അഭ്യർത്ഥിച്ചു. പ്രതിഷേധ റാലിക്കും സംഗമത്തിനും നുസ്രത്തുൽ ഇസ്ലാം മദ്രസ പ്രധാനാധ്യാപകൻ ഡോക്ടർ കെ മുഹമ്മദ് കുട്ടി നേതൃത്വം നൽകി. അധ്യാപകരായ അബ്ദുൽ സലാം വാഫി, യൂസഫ് മൗലവി, അബ്ദുൽ ഖാദർ മൗലവി, ഹാഫിൾ നൌഫൽ, മുഹമ്മദ് സലാഹ്, അബ്ദുൽ ഹമീദ് മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ നസ്രത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റി വിദ്യാഭ്യാസ കൺവീനർ മജീദ് ഷൊർണൂർ, മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ജലീൽ KM, വിദ്യാഭ്യാസ സമിതി ഭാരവാഹി ഉമർ ഹുസൈൻ മാട്ടുമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അറുതിയും വരാതെ ഗസ സിറ്റി എന്ന് പറയുന്ന ചെറിയ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയ പാവപ്പെട്ട ഫലസ്തീൻ മക്കളെ അവിടെ നിന്നും ക്രൂരമായി ആട്ടിപ്പായിക്കുന്നതിന് വേണ്ടിയിട്ട് 10 ലക്ഷത്തോളം വരുന്ന ഫലസ്തീൻ ജനതയെ ആട്ടിപ്പായിക്കുന്നതിന് വേണ്ടി അവരെ കുടിയിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന രാഷ്ട്രം 1947 മുമ്പ് ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂമികയിൽ ലോകത്തിന്റെ ഭൂമികയിൽ തന്നെ ഇല്ലായിരുന്നുവെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അന്നത്തെ സാമ്രാജ്യത്വ ഭീകരരായ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും പിന്തുണയോടുകൂടി ഫലസ്തീൻ ജനതയുടെ ഭൂമിയിൽ കടന്നു കയറുകയും അവരുടെ വീടകങ്ങളിൽ നിന്ന് അവരെ ഇറക്കി വിടുകയും ചെയ്തിട്ട് അവരെ തേടി കുടിയിരുന്ന ഒരു സമൂഹത്തിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും ആ രാഷ്ട്രം തെമ്മാടിത്തരവും ഭീകരവാദവും ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂര വിനോദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം UN പോലും പറയേണ്ടി വന്നു, ഇത് വംശഹത്യയാണ്, ഇത് ഒരു മനുഷ്യരെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ചെയ്യുന്ന ഉന്മൂലന പ്രത്യയ ശാസ്ത്രത്തിന്റെ വക്താക്കളാണെന്ന് ഇസ്രായേൽ എന്ന് UN പരിചയപ്പെടുത്തുമ്പോൾ. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും പദ്ധതി പ്രവൃത്തികൾക്ക് തുടക്കമായി. ഷൊർണൂർ നഗരസഭയുടെ പ്രധാന പ്രൊജക്ടുകളിൽ ഒന്നാണിത്. 20 കോടി രൂപയുടെ പദ്ധതിയാണ്. പദ്ധതി പൂർത്തീകരിക്കാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 2024-25 സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തയ്യാറാക്കിയിട്ടുള്ള നിള റിവർ ഫ്രണ്ട് ഡെവലപ്മെന്റ് പ്രോജക്റ്റിലെ ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവുമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. മൈനർ ഇറിഗേഷനാണ് നിർവഹണ ഏജൻസി. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 11 മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചിരുന്നു. ഇതുപ്രകാരം ഷൊർണൂർ ഭാരതപ്പുഴയിൽ പദ്ധതിയുടെ പ്രവൃത്തികൾ ആരംഭിച്ചു. ആകെ 20 കോടി രൂപയാണ് പദ്ധതിക്കായി വരുന്നത്. ആദ്യഘട്ട പ്രവൃത്തികൾക്ക് 5 കോടി രൂപ ഇതിനകം അനുവദിച്ചു കഴിഞ്ഞു. ഇതിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത് വിലയിരുത്താനായി ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശും അധികൃതരും സ്ഥലം സന്ദർശിച്ചിരുന്നു. മഴ മാറിയെന്നാൽ പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ശ്രമം. എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് STVയോട് പറഞ്ഞു. ഏതാണ്ട് ഒരു 2 മാസത്തോടു കൂടി നല്ലൊരു ഘട്ടം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഴ ഉപദ്രവിച്ചില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ച്, ഷൊർണൂരുകാരെ സംബന്ധിച്ച് ഒരു നല്ല അച്ചീവ്മെന്റ് കൂടിയാണ് ഭാരതപ്പുഴ റിജുവനേഷൻ ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്റ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ സഹകരണവും ഉണ്ടാകണം. ഷൊർണൂർ നഗരസഭയുടെ സുപ്രധാനമായ ഒരു പ്രൊജക്റ്റാണ് ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും. ന്യൂസ് സെന്റർ ഷൊർണൂർ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ICDS ബാലസഭാ കലോത്സവം സംഘടിപ്പിച്ചു. കുഞ്ഞാറ്റക്കിളികൾ എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ICDSന്റെ നേതൃത്വത്തിൽ 5 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് ബാലസഭാ കലോത്സവം സംഘടിപ്പിച്ചത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ ലക്ഷ്മി സുധാകർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പാലക്കാട് ജില്ലാ ICDS സെൽ പ്രോഗ്രാം ഓഫീസർ
മിനിമോൾ TV, സ്റ്റാർ സിംഗർ ഫെയിം ഭവിൻ വിനോദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, വാർഡ് മെമ്പർമാരായ വിനീത PU, വിജിത A, ധന്യ PB, സൗദ സലീം, ഗംഗാധരൻ P എന്നിവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർ N രാധ നന്ദി പറഞ്ഞു. ചടങ്ങിൽ ഭവിൻ വിനോദിനെ ആദരിച്ചു. 2023 ഗ്ലോബൽ എക്സലൻസി ഫിലിം മികച്ച കവിതാ പുസ്തകം അവാർഡ് ജേതാവായ ICDS സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദർ രചിച്ച ലക്ഷ്മിയുടെ കവിതകൾ, പുള്ളിപ്പൂമ്പാറ്റ എന്നീ പുസ്തകങ്ങൾ ഭവിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ദേശമംഗലം റേഞ്ച് മിലാദ് സംഗമം പള്ളത്ത് നടന്നു. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നിരവധി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ദഫ്മുട്ടിന്റെ ഈണത്തോടുകൂടിയാണ് തങ്ങളെ വരവേറ്റത്. ജസീൽ കമാലി ഫൈസി അരക്കുംപറമ്പ് വിഷയാവതരണം നടത്തി. സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. ഷഹീർ ദേശമംഗലം, TS മമ്മി, റേഞ്ച് ജംഇയ്യത്തുൽ മുവല്ലിമി ഭാരവാഹികൾ, മറ്റു സഹപോഷക സംഘടന റേഞ്ച് തല ഭാരവാഹികൾ, മതരാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ, മഹല്ല് മദ്രസ മാനേജ്മെന്റ് അംഗങ്ങൾ, ദർസ് മദ്രസ അധ്യാപകർ, വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പ്രതിനിധികളായി പങ്കെടുത്തു. വ്യത്യസ്തമാവുന്ന ഒരുപാട് പോഷക സംഘടനകളുണ്ട്. ആ സംഘടനകളിൽപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനയിൽപ്പെട്ട ഒന്നാണ് ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂരിലെ CPM ബ്രാഞ്ച് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന മനോജ് കുമാർ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നു. കുളപ്പുള്ളിയിൽ വെച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനിൽ നിന്ന് മനോജ് കുമാർ അംഗത്വം സ്വീകരിച്ചു. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് മനോജ് കുമാർ CPM വിട്ടത്. നേതാക്കളായ P വേണുഗോപാൽ, നന്ദകുമാർ, സിനി മനോജ്, രഞ്ജിത്ത് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് അംഗത്വം സ്വീകരിച്ചത്. പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൻ്റെ കേരളോത്സവം 2025 തുടക്കം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EP പൗലോസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ER രാമദാസ്, CDS ചെയർപേഴ്സൺ ബിന്ദു എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 20 മുതൽ 29 വരെ വിവിധ ദിവസങ്ങളിലായാണ് മത്സര പരിപാടികൾ നടക്കുന്നത്. ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നീ മത്സരങ്ങൾ പെരുങ്ങോട്ടുകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലും, അത്ലറ്റിക്സ് കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സിന്തറ്റിക് ട്രാക്കിലും, കലാമത്സരങ്ങൾ പെരുങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഹാളിലുമാണ് നടക്കുക. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വൈദ്യന്മാർ ഒന്നിച്ചാലോചിച്ച് രോഗനിർണയം നടത്തി ചികിത്സ നിശ്ചയിക്കുന്ന രീതിയുടെ പുനരാവിഷ്കാരം ശ്രദ്ധേയം. ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജത്തിലാണ് മാസം തോറും 3ാമത്തെ ശനിയാഴ്ചകളിൽ ഈ ചികിത്സാരീതി നടപ്പിലാക്കുന്നത്. അഷ്ടവൈദ്യൻ ദിവാകരൻ മൂസിൻ്റെ നേതൃത്വത്തിലുള്ള പാനലിൽ ഡോക്ടർ നരിപ്പറമ്പ് മന ദേവൻ നമ്പൂതിരി, ഡോക്ടർ K ശശിധരൻ, ഡോക്ടർ KP ശ്രീനിവാസൻ, ഡോക്ടർ V വിനീഷ്, ഡോക്ടർ SV മൃത്യുഞ്ജയ പ്രസാദ്, ഡോക്ടർ KS മീര എന്നിവർ ഉൾപ്പെടുന്നു. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഏകദിന കർഷക ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് MK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് കണ്ണൂരിൻ്റെയും വെയർഹൌസ് ഡെവലപ്മെൻറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെയും സഹകരണത്തോടെയാണ് ഏകദിന കർഷക ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചത്. ഷൊർണൂർ ഈവനിംഗ് ആൻഡ് സൺഡേ ബ്രാഞ്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല ബാങ്ക് വൈസ് പ്രസിഡന്റ് MK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വികസനം, രാജ്യത്ത് കാർഷികമാണ് ഏറ്റവും വലിയ
എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 65% ആളുകൾ കാർഷികവൃത്തിയിലാണ്. ഇന്ത്യ രാജ്യം ഒരു കാർഷിക രാജ്യമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ 2016 വന്നപ്പോൾ തന്നെ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയുണ്ടായി. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ തന്നെ പുതുതായി 1 ലക്ഷം ഇടങ്ങളിൽ കാർഷിക വിളകൾ എടുക്കണമെന്നുള്ള, അതായത് പച്ചക്കറി, അതേപോലെ നെല്ലുൽപാദനം. ഡയറക്ടർ സുധീർ അധ്യക്ഷത വഹിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ഫാക്കൽറ്റി മൂർത്തി, നാഷണൽ ഇ ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ഫാക്കൽറ്റി മാതേശ്വരൻ എന്നിവർ കർഷകർക്ക് ക്ലാസ് എടുത്തു. വടക്കാഞ്ചേരിയിലെ സംസ്ഥാന വെയർഹൌസ് കോർപ്പറേഷൻ ഗോഡൌണിലേക്ക് പഠനയാത്രയും സംഘടിപ്പിച്ചു. കാർഷിക വിളകൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതിയെക്കുറിച്ച് റീജിയണൽ മാനേജർ വിവരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോക ശുചീകരണ ദിനത്തോടനുബന്ധിച്ചും മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായും ചെറുതുരുത്തിയിൽ അമൃത വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ചെറുതുരുത്തി കേരള കലാമണ്ഡലം മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള തൃശൂർ ഷൊർണൂർ പാതയുടെ ഇരുവശങ്ങളിലുമാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്. ശുചീകരണം നടത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചെറുതുരുത്തി CI വിനു, SI ജമാലുദ്ദീൻ എന്നിവർ അനുമോദിച്ചു. സ്കൂൾ അധ്യാപകരായ U പ്രീത, MA പ്രേമലത, AK സരിത, KN ബിന്ദു, രമ്യ പ്രവീൺ, VK ജിഷ, സുമാ സുകുമാർ, അശോക്, വിദ്യാർത്ഥികളായ നിവ്യത, OS വൈഗ എന്നിവർ സംസാരിച്ചു. മാതാ അമൃതാനന്ദമയി സ്കൂളിലെ അധ്യാപകരെ, പ്രിയങ്കരായ കുട്ടികളെ, ഇന്ന് ടീച്ചർ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ ക്ലീനിങ് ഡേ ആയിട്ട് ലോകം ആചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിശ്വ മാതാവായ മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനം കൂടിയാണ്. എൻ്റെ നാട്ടുകാരിയാണ്, ഞാൻ കൊല്ലം സ്വദേശിയാണ്. ഓമാക്കാവിലെ അമ്മ നിരവധി ആതുര പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ലോകത്തിൻ്റെ മാതൃകയായ അമ്മയുടെ പേരിലുള്ള ഈ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ചേർന്ന് ഇന്ന് രാവിലെ ചെറുതുരുത്തിയിൽ നിന്നും ആരംഭിച്ച് ഇന്നലെ ഈ സ്റ്റേഷനിൽ അവസാനിപ്പിക്കുന്ന ട്രെയിനിങ് ശുചീകരണ പ്രവർത്തനമാണ് നടത്തിയത്. 100ഓളം കുട്ടികളിൽ പങ്കെടുക്കുമെന്ന് അറിയുന്നു. വളരെ അഭിമാനകരമായ മഹത്തായ ഒരു സംരംഭമാണ് ഈ ശുചിത്വ പരിപാടി. അവരെ ഇതിനിടയിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ നിന്നുള്ള വേസ്റ്റാക്കുന്ന സാധനങ്ങൾ മിക്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വാഹനത്തിൽ മാറ്റുകയാണ് ചെയ്തത്. ഈ പുണ്യപ്രവൃത്തിക്ക് നേതൃത്വം നൽകിയ സ്കൂളിലെ അധ്യാപകർക്കും അതോടൊപ്പം തന്നെ ഇതിൽ പങ്കാളിയായ കുട്ടികൾക്കും ചെറുതുരുത്തി ജനമൈത്രി പോലീസിനുള്ള എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും സ്വാഗതങ്ങളും അറിയിക്കുന്നു. 2 ദേശീയ അംഗീകാരങ്ങളുമായി കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക്. FCBA 2025 മികച്ച കസ്റ്റമർ എൻഗേജ്മെൻറ്റ് ഇന്നൊവേഷൻ LMS ട്രാൻസ്ഫർമേഷൻ അവാർഡുകളാണ് കുളപ്പുള്ളി ബാങ്കിന് ലഭിച്ചത്. ഗോവയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് P രഞ്ജിത്ത്, ഡയറക്ടർ P സോമസുന്ദരൻ, സെക്രട്ടറി K വിനോദ് മേനോൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. കോതകുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും ഭാഗവത സപ്താഹ യജ്ഞവും നടക്കും. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ നടക്കുന്ന ആഘോഷ പരിപാടികളെക്കുറിച്ച് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. സെപ്റ്റംബർ 22-ന് തിങ്കളാഴ്ച വൈകുന്നേരം 4:30 നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ നിർവഹിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ ചെയർമാൻ ദണ്ഡവാണി മാസ്റ്റർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വൈകുന്നേരം 6 മുതൽ ഡോക്ടർ പ്രശാന്ത് വർമ്മ നയിക്കുന്ന മാനസ ജപലഹരി അരങ്ങിലെത്തും. 2025 ചേറമ്പറ്റ ദേവി പുരസ്കാരം ഡോക്ടർ പ്രശാന്ത് വർമ്മയ്ക്ക് നൽകി ആദരിക്കും. 23-ന് വൈകുന്നേരം 4:30 ആചാര്യവരണത്തോടെ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമാകും. ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സായാഹ്നങ്ങളിൽ വിശേഷ കലാസാംസ്കാരിക പരിപാടികളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശ്രീ ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലെ 2025 നവരാത്രി ആഘോഷവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ഈ വരുന്ന സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 കൂടിയ ദിവസങ്ങളിൽ ഭക്തിസാന്ദ്രമായി ആഘോഷിക്കുകയാണ്. അതിൻ്റെ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണ നമ്പൂതിരിയാണ്. 22-ാം തീയതി വൈകുന്നേരം 4:30 നടക്കുന്ന ഉദ്ഘാടന സദസ്സ് ഗന്ധർവ ഗാനരചയിതാവ് അനശ്വര കവി വയലാർ രാമവർമ്മയുടെ മകൻ പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യുകയാണ്. അന്ന് വൈകുന്നേരം തന്നെ 6 മണിക്ക്
ഡോക്ടർ പ്രശാന്ത് വർമ്മ അവതരിപ്പിക്കുന്ന മാനസ ജപലഹരി എന്ന സംഗീത പരിപാടി ഉണ്ടായിരിക്കും. അതിൽ വെച്ച് അദ്ദേഹത്തിന് ഈ വർഷത്തെ ശ്രീ ചെറമ്പറ്റ ദേവി പുരസ്കാരം സമർപ്പിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുജേഷ് എസ് ഉണ്ണി, നവരാത്രി സ്വാഗത സംഘം ചെയർമാൻ സുധീർ പടിയത്ത് പറമ്പിൽ, ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KP ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റുലി ആഗോള അയ്യപ്പ സംഗമമാണ് ഇന്ന് നാടെങ്ങും മുഖ്യ ചർച്ചാ വിഷയം. സംഗമത്തെ അനുകൂലിച്ചും എതിർത്തും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ശബരിമലയിൽ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മാറ്റുലിയിലേക്ക്. ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ടത് ഹിന്ദുമത വിശ്വാസികളാണ്, അല്ലാതെ ഭൗതികവാദത്തിൻ്റെ വക്താക്കളായ കമ്മ്യൂണിസ്റ്റുകാരല്ല. ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമം വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചാണ്. ഭൂരിപക്ഷ വിശ്വാസികളായ ഹൈന്ദവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അതുവഴി വോട്ട് മാത്രം ലക്ഷ്യം വയ്ക്കുകയുമാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. അത് പൊതുസമൂഹത്തിൽ വിലപ്പോവില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി സമരം ചെയ്ത നിരവധി ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആ കേസുകളൊന്നും പിൻവലിക്കാതെയാണ് വിശ്വാസ സംഗമം എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് പരിപാടി നടത്തുന്നത്. ഒന്നുകിൽ ഇത് പണം ഉണ്ടാക്കാനുള്ള മാർഗം, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുള്ള നീക്കം. ആചാര സംരക്ഷണം നടത്തേണ്ടത് സർക്കാരിൻ്റെ കടമയാണോ? നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇത്തരം പദ്ധതികൾ നീങ്ങുന്നത് സത്യത്തിൽ സർക്കാർ ചെയ്യുന്ന ഇരട്ടത്താപ്പാണ്. മുൻകാലങ്ങളിൽ നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് ശബരിമലയിൽ ഇതേ ആളുകൾ കാട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ഹൈക്കോടതിയിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് സ്പോൺസർഷിപ്പിലൂടെയും മറ്റും കണ്ടെത്തുന്ന തുക, എന്നാൽ PRD വർക്കിനടക്കം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്നാണ് പണം ചെലവഴിച്ചിരിക്കുന്നത്. ഇത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾക്കാണെങ്കിൽ നമുക്ക് പിന്നെയും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റും കാര്യങ്ങൾക്കാണെങ്കിൽ അംഗീകരിക്കാം. എന്നാൽ കോടിക്കണക്കിന് രൂപ എല്ലാ വർഷവും സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ശബരിമലയിൽ നിന്നും ലഭിക്കുന്നു. എന്നാൽ ഇത്രയൊക്കെ കോടികൾ ലഭിച്ചിട്ടും അവിടെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇത് സത്യത്തിൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM ഇടതുപക്ഷ സർക്കാരും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ്. ഒരു 4 വോട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറയുക, എന്തെങ്കിലും ഒരു സംഗമം നടത്തിയിട്ട് അതിൻ്റെ മുന്നിൽ ഒരു മഹാന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ലോകാന്ന് വയ്ക്കുക, ലോക മഹാസംഗമം. ഈ സംഗമത്തിന് തന്നെ പല പേരുകളായി. ഇന്നിപ്പോൾ ഭക്തജന സംഘമായിട്ടുണ്ട്. ഭക്തജന സംഗമം എന്ന് പറയുമ്പോൾ ഈ പിണറായി വിജയനൊക്കെ എത്രമാത്രം ഭക്തനാണെന്ന് എനിക്കറിയാത്തത്. അത് അദ്ദേഹം പറയേണ്ട കാര്യമാണത്. സോറി, ഞാൻ ബഹു എന്ന് പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രമാത്രം വലിയ ഭക്തനാണെന്ന് എനിക്കറിയില്ല. ഭക്തജന സംഗമം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കുക, അതിൻ്റെ ഇത്തരമൊരു സംഗമം നടക്കുമ്പോൾ അയ്യപ്പൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതിനപ്പുറം ഈ പറയുന്ന പോലെ എവിടെയൊക്കെ അതിൻ്റെ ഫ്ലെക്സുകൾ, ആ ഫ്ലെക്സിൽ കംപ്ലീറ്റ് കണ്ടില്ലേ, മുഖ്യമന്ത്രിയുടെ, ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ. ഇതൊന്നും നമുക്കറിയില്ല, ഇവിടെ ഒരു നിയമം അനുശാസിക്കുന്നൊരു കാര്യമല്ല അത്. കാരണം ഒരു സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രത്യേക മതത്തിൻ്റെ അവരുടെ വികസന താല്പര്യങ്ങളും സങ്കല്പങ്ങളും അവരുടെ വിശ്വാസത്തെയൊക്കെ പ്രൊമോട്ട് ചെയ്യാറുള്ളത് തെറ്റാണത്. കാരണം ഇപ്പം നാളെ അത് മറ്റൊരു മതം ആവശ്യപ്പെട്ട് അവർക്കും ചെയ്യേണ്ടി വരും, അവർക്ക് ചെയ്യണം. പ്രധാന വാർത്തകൾ വീണ്ടും. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയാതെ എന്തടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് ഭക്തജനങ്ങൾ ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് തലകുനിക്കേണ്ടി വരുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. സംഗമം സംഘടിപ്പിച്ചത് നീചവും നിന്ദ്യവുമായ രീതിയിൽ അയ്യപ്പ ഭക്തരെ വേട്ടയാടിയവർ. കുളപ്പുള്ളിയിൽ മഹിളാ മോർച്ച സംസ്ഥാന ശില്പശാല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജരാകാൻ പ്രവർത്തകർക്ക് ആഹ്വാനം. പാലക്കാട് DYSP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് പോലീസ് ഭീകരതയാരോപിച്ചു.
രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തുമെന്നറിഞ്ഞ് MLA ഓഫീസ് ഉപരോധിച്ച BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഓഫീസ് പോലീസ് കാവലിൽ. ഷൊർണൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. പുതിയ റോഡുകളുടെ ടെൻഡർ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട കീറിയെറിഞ്ഞ് BJP കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. വികസനത്തിനെതിരല്ലെന്ന നിലപാടുമായി കോൺഗ്രസ്. BJPയുടേത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമെന്ന് ഭരണപക്ഷം. തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ MDMAയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ആലുവ സ്വദേശി റിച്ചു. മയക്കുമരുന്ന് പുറത്തെടുത്തത് യുവാവിനെ ആശുപത്രിയിലെത്തിച്ച് ഡോക്ടറുടെ സഹായത്തോടെ. 10 കോടി രൂപ ചെലവിൽ ഒറ്റപ്പാലം സർക്കാർ ബധിര വിദ്യാലയത്തിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് K. പ്രേംകുമാർ MLA. സ്പെഷ്യൽ വിദ്യാലയങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യത. പാലക്കാട് റവന്യൂ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം പത്തിരിപ്പാലയിൽ. അധ്യാപകർക്ക് കേറ്ററ്റ് നിർബന്ധമാക്കിയ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് KSTA. പാലക്കാട് DE ഓഫീസിലേക്ക് അധ്യാപകരുടെ മാർച്ചും ധർണയും. ഒറ്റപ്പാലത്തും KSTA പ്രതിഷേധം. കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം തുടരുന്ന കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖല വരുതിയിലാക്കാനുള്ള ശ്രമത്തിലാണെന്ന് KSTA നേതാവ് MR മഹേഷ് കുമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സ്വതന്ത്ര വികസന മുന്നണിയുമായി മുൻ DCC പ്രസിഡന്റ് AV ഗോപിനാഥ്. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മത്സരം ശക്തമാകുമെന്ന് സൂചന. ഇടതുചേരിയോടടുത്ത മുൻ MLAയുടെ മുന്നണി ഉയർത്തുന്ന വെല്ലുവിളികൾ അതിജീവിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞ കോൺഗ്രസും രംഗത്തെത്തുന്നതോടെ പ്രദേശം ജില്ല ഉറ്റുനോക്കുന്ന മത്സരവേദിയാകും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.